പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-20 വാക്യങ്ങൾ നമുക്ക് ശ്രവിക്കാം. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചരിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവർ, ഈ വചനം പറയുന്നത് എന്താണ്? നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ അയാളെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പ്രാർത്ഥനയിലൂടെ കൊണ്ടുവരികയോ അല്ലാണ്ട് പ്രവർത്തനത്തിലൂടെ കൊണ്ടുവന്നാൽ അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ് വിളിച്ചു ഓതുന്നത്. ഇതനുസരിച്ച് നമ്മളൊരാളെ തെറ്റിൽ നിന്ന് തിരിച്ചുകൊണ്ടാൽ നമ്മുടെ തന്നെ നിരവധിയായ പാപങ്ങൾ കർത്താവ് ക്ഷമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരാത്മാവിനെ നേടാൻ കൂടെ നിന്നാൽ കർത്താവ് നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കും, നമ്മുടെ കടങ്ങൾ പുറത്തു തരുമെന്നാണ് പറയുന്നത്. നമ്മൾ പഴയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യം കാണിക്കുന്ന ഒട്ടനവധി ഭാഗങ്ങളുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അമലേക്യരുമായിട്ടുള്ള യുദ്ധം. അമലേക്യർ റഫീദീമിൽ ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. അപ്പോൾ മോശ ജോഷുവയോട് പറഞ്ഞു, ആളുകളെ തെരഞ്ഞെടുത്ത് അമലേക്യരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിന്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്യരുമായി യുദ്ധം ചെയ്തു. മോശ, അഹറോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ ജനം ജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോഴെല്ലാം അമലേക്യർക്കായിരുന്നു വിജയം. മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേലിരുന്നു. അഹ്റോനും ഹൂറും അവന്റെ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ടിരുന്നു. ഇരുവശങ്ങളിൽ നിന്നു. സൂര്യാസ്തമയം വരെ അവന്റെ കൈകൾ ഉയർന്നു നിന്നു. ജോഷുവ അമലേക്യരെ അവന്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. ഈ വചനം ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാകും. മോശ എന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈശോ തിരഞ്ഞെടുത്ത നേതാവാണ്. നമ്മളെല്ലാം മിക്കവാറും നമ്മുടെ കുടുംബത്തിലെയോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ നമുക്ക് ഏൽപ്പിച്ച് തന്നപ്പെട്ട ഒരു കൂട്ടത്തിന്റെ നേതാവായിരിക്കും. അവരുടെ വിജയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാധാന്യമാണ് ഇത് വ്യക്തമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ മോശയുടെ കൈകൾ താഴ്ന്നപ്പോഴെല്ലാം അമലേക്യർ ജയിച്ചു. പക്ഷേ മോശയുടെ കൈകൾ ഉയർത്തി പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അമലേക്യർക്ക് ഇസ്രായേൽ ജനത്തെ തൊടാൻ പറ്റിയില്ല. അവരെ ജോഷുവ എല്ലാവരെയും അരിഞ്ഞു വീഴ്ത്തി. പ്രിയപ്പെട്ടവരെ, ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യം. ഇവിടെ നമ്മൾ കാണുന്നത് മോശ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടി. ആ മോശ എന്ന വ്യക്തി അമലേക്യരുമായിട്ട് യുദ്ധം ചെയ്തപ്പോഴെല്ലാം കൈകൾ ഉയർത്തിപ്പിടിച്ചു. കൈ കുഴഞ്ഞ് താഴ്ന്നപ്പോഴെല്ലാം അമലേക്യർക്ക് വിജയം. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പുതിയ നിയമത്തിൽ കാണുമ്പോൾ ആദ്യം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന പരിശുദ്ധ കന്യാമറിയമാണ്. അമ്മ യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അവരുടെ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയ വിവരം അമ്മ വന്ന് ഈശോയോട് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഈശോയുടെ സമയം ഇതുവരെ ആയിട്ടില്ല. പക്ഷെ ആ സമയത്തിന്റെ പൂർത്തിയാകുന്നതിന് മുമ്പ് വരെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അമ്മയുടെ മധ്യസ്ഥം ശക്തമായി അവിടെ കാരണഭൂതമായി. കാരണം അവിടെ അമ്മയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈശോ അവിടെ വെള്ളം വീഞ്ഞാക്കി ആദ്യ അത്ഭുതം പ്രവർത്തിക്കുന്നത്. അതാണ് പ്രിയപ്പെട്ടവരെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി. നമ്മൾ ഇങ്ങോട്ട് വരുന്ന ജോബിൻ പുസ്തകത്തിലോട്ട് വരുമ്പോൾ 42-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ കർത്താവ് ജോബിനോട് ഇങ്ങനെ സംസാരിച്ച ശേഷം തോമാനിയ എലീഫാസിനോട് അരുൾ ചെയ്തു, എന്റെ ക്രോധം നിനക്കും നിന്റെ സഹോദരന്മാർക്കുമെതിരെ ജ്വലിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെപ്പറ്റി എന്റെ ദാസനായ ജോബിനെ പോലെയല്ല ശരിയായിട്ടില്ല സംസാരിച്ച്. അതിനാൽ ഇപ്പോൾ തന്നെ 7 കാളകളെയും 7 മുട്ടാടുകളെയും കൊണ്ട് ജോബിന്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുവിൻ. എന്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ഭോഷത്തിൽ നിന്ന് നിങ്ങളെ ശിക്ഷിക്കുകയില്ല. നിങ്ങൾ എന്റെ ദാസനായ ജോബിനെ പോലെ എന്നെപ്പറ്റി ശരിയായി സംസാരിച്ചില്ല. തൊമാനിയാനും എലീഫാസും ഷുഹിയാനും ബിൽദായും സോഫാറും കർത്താവ് പറഞ്ഞ പ്രകാരം ചെയ്തു. കർത്താവ് ജോബിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. ജോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായ ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അത് അവൻ ഇരട്ടിയായി കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടോ? ഈ ഭാഗത്ത് നമ്മൾ കേൾക്കുന്നത് എന്താണ്? ജോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടി ബലിയർപ്പിച്ചു. കാരണം ഈശോ അവിടെ മധ്യസ്ഥ പ്രാർത്ഥന തന്നെയാണ് ജോബ് നടത്തിയിരിക്കുന്നത്. ജോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ജോബിന്റെ ഐശ്വര്യം തിരികെ കൊടുക്കുകയും അത് ഇരട്ടിയായി കർത്താവ് തിരികെ കൊടുത്തു. ഇതാണ് പ്രിയപ്പെട്ടവരെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി. നമ്മൾ ഈ കാലഘട്ടത്തിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും മോണിക്ക പുണ്യവതിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. മോണിക്ക പുണ്യവതി വിജാതുവിനെ പെട്രീഷ്യസ് എന്ന വ്യക്തിയെ വിവാഹം കഴിക്കുകയും പെട്രീഷ്യസ് തികഞ്ഞ മദ്യപാനിയും കത്തോലിക്കാ ജീവിതത്തിൽ നിന്ന് വളരെ അകന്നു നിന്ന വ്യക്തിയായിരുന്നു. ഭാര്യ 18 വർഷമാണ് നീണ്ടുനിന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് മാനസാന്തരമുണ്ടായി. ക്രിസ്തുവിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവർക്കുണ്ടായ പുത്രൻ ആഗസ്തീനോസ് അപ്പന്റെ അതേ ഫോട്ടോസ്റ്റാറ്റ് പോലെ തന്നെ ഒരു മകൻ വന്നു. ആ മകന് വേണ്ടിയുള്ള ആ അമ്മ 35 വർഷമാണ് വീണ്ട കണ്ണീരൊഴുക്കിയത്. പ്രിയപ്പെട്ടവരെ, ഇത് കാണിക്കുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ നമ്മുടെ ഭർത്താവിന് വേണ്ടിട്ടോ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയായിട്ട് ഈശോ പറയുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നോക്കുകയാണെങ്കിൽ ഈശോ മധ്യസ്ഥ പ്രാർത്ഥന വ്യക്തമായിട്ട് കാണിച്ചിരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 6 മുതൽ വാക്യങ്ങൾ എല്ലാം വ്യക്തമായിട്ട് ഈശോ കാണിച്ചു തരികയാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഭാഗങ്ങൾ. അവിടെ ശിഷ്യന്മാർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്.
ശിഷ്യന്മാരെ ലോകത്ത് നിന്ന് എടുക്കണമല്ല, അവരുടെ കൂടെ ഉണ്ടാകണമെന്നാണ് ഈശോ പറയുന്നത്. അവസാനമായി ഈ വചനം നിങ്ങൾക്ക് മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈ വചനം നിങ്ങൾക്കുള്ളിൽ മാംസമായി ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോട്ട് നടത്തുന്നു. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.